ഈ അണക്കെട്ടിന് 126 അടി ഉയരവും 200 അടി നീളവുമുണ്ട്. അണക്കെട്ടിൻ്റെ മുകൾ ഭാഗത്തിന് 12 അടി വീതിയും അടിത്തറയ്ക്ക് 138 അടി വീതിയുമുണ്ട്. നാം ഭയക്കുന്നത് പോലെ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ എന്ത് സംഭവിക്കുമെന്നതിന് പല നിഗമനങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ ആദ്യത്തേത്, ഡാം തകർന്നു കഴിഞ്ഞാൽ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പ്രകാരം ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, തൃശ്ശൂർ, ആലപ്പുഴ എന്നീ ജില്ലകളിലായി കുറഞ്ഞത് 40 ലക്ഷം പേരെങ്കിലും മരിച്ചു വീഴും. കുറേയധികം പേർ അറബിക്കടലിൻ്റെ ആഴങ്ങളിലേക്ക് മുങ്ങിത്താഴും. കെട്ടിടങ്ങൾക്കുള്ളിലും വാഹനങ്ങൾക്കുള്ളിലുമൊക്കെയായി കുടുങ്ങിക്കിടക്കുന്ന ഇത്രയും അധികം ശവശരീരങ്ങൾ 24 മണിക്കൂറിനകം കണ്ടെടുത്ത് ശരിയായ രീതിയിൽ മറവ് ചെയ്തില്ലെങ്കിൽ ജീവനോടെ അവശേഷിക്കുന്ന ബാക്കിയുള്ള മനുഷ്യജന്മങ്ങൾ പകർച്ചവ്യാധികളും മറ്റ് രോഗങ്ങളും പിടിപെട്ട് മരിക്കും. ഇക്കൂട്ടത്തിൽ ലക്ഷക്കണക്കിന് തമിഴരും ഉണ്ടാകുമെന്നതാണ് ആദ്യ കണക്കുകൂട്ടലുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ അതല്ല രണ്ടാമതായി പറയുന്ന കാര്യം. മുല്ലപ്പെരിയാർ ഡാമിൽ നിലവിൽ 15 TMC വെള്ളമാണുള്ളത്. ഈ 15 TMC വെള്ളം പൊട്ടിവരുന്ന പ്രഹരശക്തി എന്ന് പറയുന്നത് ഹിരോഷിമയിലിട്ട ബോംബിൻ്റെ 180 മടങ്ങ് വലുതായിരിക്കും.